റെക്ടിഫിക്കേഷൻ ഓഫ് ഇറേഴ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ടത് എന്താ? റെക്ടിഫിക്കേഷൻ ഓഫ് ഇറേഴ്സ് തന്നെ. അതായത് എങ്ങനെയാണ് തെറ്റുകൾ തിരുത്തേണ്ടത് എന്ന കാര്യം എന്തായാലും 100% എക്സാമിനേഷന് ചോദിച്ചിരിക്കും. 100% ഈ ഒരു ചോദ്യങ്ങൾ എക്സാമിനേഷന് എന്തൊക്കെ വന്നാലും ചോദിച്ചിരിക്കും. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സോ അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ് റെക്ടിഫിക്കേഷൻ ഓഫ് ഇറേഴ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ. സോ ആ ഒരു ചാപ്റ്ററിൽ എങ്ങനെയാണ് റെക്ടിഫൈ ചെയ്യേണ്ടത് എന്ന കാര്യം നമുക്ക് എന്ത് ചെയ്യാം? ഏറ്റവും സിമ്പിളായ രീതിയിൽ, ഏറ്റവും മനോഹരമായ രീതിയിൽ നമുക്കൊന്ന് പഠിച്ചാലോ? എങ്കിൽ കയറിപ്പോരെ. വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ ബഹാവുദ്ദീൻ. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? റെക്ടിഫിക്കേഷൻ ഓഫ് ഇറേഴ്സിൽ എങ്ങനെയാണ് റെക്ടിഫൈ ചെയ്യുക എന്ന കാര്യം നമുക്ക് നോക്കാം. ഓക്കെ, സോ ദർ ആർ സം ക്വസ്റ്റ്യൻസ് ആർ ഹിയർ. 1 2 3 4 5 6. ഓക്കെ, ഒരു 6 ക്വസ്റ്റ്യൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് വായിച്ചേ, നൈസായിട്ട് ജിൽജിലേക്ക് ഒന്ന് പറപ്പിച്ച് വായിച്ചു നോക്കിയേ. റെന്റ് പെയ്ഡ് ₹4,000 വാസ് പോസ്റ്റഡ് ടു ഉണ്ണീസ് പേഴ്സണൽ അക്കൗണ്ട്. അപ്പോൾ ആരാണ് ഈ ഉണ്ണി? ലാൻഡ് ലോഡാണ്. അതായത് ഉണ്ണിക്കാണ് നമ്മൾ റെന്റ്, ഉണ്ണിയുടെ ബിൽഡിംഗ് ആണിത്. സിമ്പിളാക്കി ആലോചിച്ചാൽ മതി, കോംപ്ലിക്കേറ്റഡ് ഒന്നും ആക്കണ്ട. ഉണ്ണി എന്ന് പറഞ്ഞ ആളെ ബിൽഡിംഗ് ആണിത്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സോ നമ്മൾ എന്ത് ചെയ്തു? റെന്റ് കൊടുത്തത് ആരുടെ കയ്യിലേക്കായിരുന്നു? ഉണ്ണിക്കായിരുന്നു. ഉണ്ണിയുടെ കയ്യിലേക്കായിരുന്നു റെന്റ് കൊടുത്തത്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? പക്ഷേ നമ്മൾ അത് റെന്റ് കൊടുത്തത് എങ്ങനെയാണ് റെക്കോർഡ് ചെയ്തത്? ഉണ്ണിയുടെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് റെക്കോർഡ് ചെയ്തത്. മനസ്സിലായല്ലോ? റെന്റ് കൊടുത്തത് ഉണ്ണിയുടെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് റെക്കോർഡ് ചെയ്തു പോയി. ഓക്കെ, എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടോ. റെക്ടിഫിക്കേഷൻ ഓഫ് ഇറേഴ്സിന് ഒരു ഹാക്ക് പറഞ്ഞുതരാം. ഓക്കെ, അതായത് എങ്ങനെ ക്വസ്റ്റ്യൻ വരാണെങ്കിലും, ഏത് ക്വസ്റ്റ്യൻ വരാണെങ്കിലും അതിന് 2 സൈഡുകളുണ്ടാവും. ഒന്ന് ട്രൂത്തിൻ്റെ സൈഡും ഒന്ന് തെറ്റിൻ്റെ സൈഡും. ക്ലിയർ അല്ലേ? ഒന്ന് ശരിയായ സൈഡായിരിക്കും, ഒന്ന് തെറ്റായ സൈഡായിരിക്കും. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ചോദ്യം കിട്ടിയാൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ശരിയുടെ ഭാഗം ഏതാണ്, ഈ തെറ്റിൻ്റെ ഭാഗം ഏതാണ് എന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിച്ചിരിക്കണം. ഓക്കെ അല്ലേ? സിമ്പിളാക്കി ഒന്ന് ആലോചിച്ചൊക്കെ, നൈസായിട്ട് ആലോചിച്ച്. റെന്റ് പെയ്ഡ് ₹4,000 ഇതാണ് നമ്മൾ ശരിയായ പാട്ട്. ക്ലിയർ അല്ലേ? അതായത് റെന്റ് പെയ്ഡ് ₹4,000, 4000 രൂപയുടെ റെന്റ് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ എൻ്റെ കുട്ടികൾ നൈസായിട്ട് ആലോചിച്ച് നോക്കി, അവിടുത്തെ ഒറിജിനൽ എൻട്രി എന്തായിരിക്കും? ശരിക്കും അവിടെ എന്തായിരിക്കും എൻട്രി? റെന്റ് കൊടുത്തു. അപ്പോൾ എന്തായിരിക്കും ചാനൽ എൻട്രി? എക്സാക്ട്ലി, റെന്റ് കൊടുക്കുകയാണെങ്കിൽ എൻട്രി റെന്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്നാണ് എൻട്രി വരാം. ഇതെല്ലാവർക്കും അറിയാലോ? എല്ലാവർക്കും അറിയാലോ? അറിയില്ലെങ്കിൽ മക്കളെ വേഗം പോയി ജേർണൽ എൻട്രി പഠിച്ചോ. ജേർണൽ എൻട്രി പഠിക്കാതെ ഈ ചാപ്റ്റർ മനസ്സിലാവില്ല കേട്ടോ. ഓക്കെ അല്ലേ? സോ നമ്മൾ പറഞ്ഞു റെന്റ് കൊടുത്താലുള്ള ജേർണൽ എൻട്രി എന്താ? റെന്റ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാഷ് ആണെന്ന് റെന്റ് കൊടുത്താലുള്ള ജേർണൽ എൻട്രി. ഇതാണ് ഒറിജിനൽ എൻട്രി. എന്നാൽ ഇവിടെ എന്തുണ്ടാവും? ഒരു റോങ് എൻട്രി കൂടെ ഉണ്ടാവും. എന്താ റോങ് എൻട്രി? എന്തോ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചു, നമ്മൾ എന്തോ ഒന്ന് മിസ്റ്റേക്കായി ചെയ്തിട്ടുണ്ട്. അതെന്താ? അതാണ് നെക്സ്റ്റ് നോക്കാൻ പോണത്. വാസ് പോസ്റ്റഡ് ടു ഉണ്ണീസ് പേഴ്സണൽ അക്കൗണ്ട്. അതായത് റെന്റ് കൊടുത്തത് ആരുടെ അക്കൗണ്ടിലേക്ക് നമ്മൾ എഴുതി? ഉണ്ണിയുടെ അക്കൗണ്ടിലേക്ക് എഴുതി അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്താ ഇവിടെ റോങ് എൻട്രി വരാ? ഹിയർ ദ റോങ് എൻട്രി വിൽ ബി ഉണ്ണീസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് ആണെന്ത് റോങ് എൻട്രി. ഇത് മനസ്സിലായോ? അതായത് എന്താ പറഞ്ഞിട്ടുള്ളത്? ഇവിടെ ഒറിജിനൽ എൻട്രി റെന്റ് പെയ്ഡ് ആണ്. സോ ദ എൻട്രി വിൽ ബി റെന്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് ആണ്. ക്ലിയർ അല്ലേ? എന്നാൽ നമ്മൾ അറിയാതെ റോങ് എൻട്രി എന്ത് എഴുതിപ്പോയത്? റെന്റിന് പകരം ആരെഴുതിപ്പോയി? ഉണ്ണി എഴുതിപ്പോയി. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സോ ഉണ്ണീസ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാഷ് ആണ്. ഇത് നമുക്ക് എങ്ങനെ തിരുത്താൻ പറ്റും? അതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, റെക്ടിഫൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ആർക്കെങ്കിലും സിമിലാരിറ്റി ഉണ്ടോ? അതായത് ഇവിടെ ക്യാഷ് ക്രെഡിറ്റിലാണ്, ഒറിജിനൽ എൻട്രിയിലും ക്യാഷ് ക്രെഡിറ്റിലാണ്. വിച്ച് മീൻസ് ക്യാഷിന് മിസ്റ്റേക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. കറക്റ്റ് അല്ലേ ഞാൻ പറഞ്ഞത്? നോക്കിയേ, ക്യാഷിന് മിസ്റ്റേക്ക് ഒന്നും സംഭവിച്ചില്ല. ശരിക്കും ക്യാഷ് എവിടെ വരണം? ക്രെഡിറ്റിൽ വരണം. നമ്മൾ അറിയാതെ ഇതിപ്പോഴും ക്യാഷ് എവിടെ തന്നെ? ക്രെഡിറ്റ് തന്നെ. അപ്പോൾ ആർക്കാ പ്രശ്നം? റെന്റിന് പകരം ആരെഴുതിപ്പോയി? ഉണ്ണി എഴുതി. ഓക്കെ അല്ലേ? സോ ഇത്തരം സിറ്റുവേഷൻ കിട്ടുകയാണെങ്കിൽ ഇത് റെക്ടിഫിക്കേഷൻ എൻട്രി അല്ലെങ്കിൽ റെക്ടിഫൈ ചെയ്യൽ എങ്ങനെയാണെന്ന് വെച്ചാൽ സിമ്പിളാണ്. ശരിക്കും ആരെ ഡെബിറ്റിൽ വരേണ്ടത്? റെൻ്റാണ് അല്ലേ? സോ നമ്മൾ എന്ത് ചെയ്യുന്നു? റെന്റിനെ കൊണ്ടുപോയിട്ട് ഡെബിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യുന്നു. റെന്റ് അക്കൗണ്ട് ഡെപ്റ്റർ. എന്താ പറഞ്ഞത്? യഥാർത്ഥത്തിൽ ആക്ച്വലി ഡെബിറ്റിൽ ആരാ വരേണ്ടത്? റെന്റാണ് യഥാർത്ഥത്തിൽ വരേണ്ടത് അല്ലേ? സോ നമ്മൾ എന്ത് ചെയ്തു? റെന്റിനെ നമ്മൾ ഡെബിറ്റ് സൈഡ് റെക്കോർഡ് ചെയ്തു. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഇനി എന്താ പ്രശ്നം? അറിയാതെ നമ്മൾ ആര് റെക്കോർഡ് ചെയ്തിരുന്നു? ഉണ്ണിയെ നമ്മൾ അറിയാതെ റെക്കോർഡ് ചെയ്തിരുന്നു അല്ലേ? സോ ഉണ്ണിയെ നമ്മൾ ഇനി എന്ത് ചെയ്യണം? അറിയാതെ റെക്കോർഡ് ചെയ്തല്ലേ? ഇത് റെക്ടിഫൈ ചെയ്യണമെങ്കിൽ, അറിയാതെ റെക്കോർഡ് ചെയ്താൽ റെക്ടിഫൈ ചെയ്യണമെങ്കിൽ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് റെക്കോർഡ് ചെയ്ത് കൊടുത്താൽ മതി. അതായത് ഇവിടെ ഇപ്പോൾ ഡെബിറ്റിലാണ് ഉണ്ണി ഉള്ളത് അല്ലേ? ഇനി ഉണ്ണി എങ്ങനെ റെക്ടിഫൈ ചെയ്യാം? നേരെ ക്രെഡിറ്റ് സൈഡിലേക്ക് റെക്കോർഡ് ചെയ്ത് കൊടുക്കും. അതായത് റെന്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഉണ്ണീസ് അക്കൗണ്ട് എന്നാണ് എൻട്രി വരാം. പറഞ്ഞ കാര്യം ക്ലിയർ? ഓക്കെ അല്ലേ? പറഞ്ഞ കാര്യം ക്ലിയർ? ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, ഒറിജിനൽ എൻട്രി റെക്കോർഡ് ചെയ്യുക, റോങ് എൻട്രി റെക്കോർഡ് ചെയ്യുക. ക്ലിയർ? ആർക്കെങ്കിലും സിമിലാരിറ്റി ഉണ്ടോ നോക്കാം. സിമിലാരിറ്റി ഉണ്ട്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ദെൻ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ റെന്റ് അക്കൗണ്ടിന് പകരം ആര് റെക്കോർഡ് ചെയ്തു? ഉണ്ണിയെ റെക്കോർഡ് ചെയ്തു അല്ലേ? സോ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒറിജിനൽ എൻട്രിയിൽ ആരാണോ കറക്റ്റ് പൊസിഷനിൽ വന്നിട്ടുള്ളത് അയാളെ നമ്മൾ എടുത്ത് എഴുതുന്നു. വിച്ച് മീൻസ് റെന്റ് ആണ് ഡെബിറ്റിൽ വന്നിട്ടുള്ളത്. സോ നമ്മൾ റെന്റിന് എടുത്ത് എഴുതുന്നു. ദെൻ അറിയാതെ നമ്മൾ ആരെ റെക്കോർഡ് ചെയ്തു? ഉണ്ണിയാണ്. സോ ഉണ്ണിയെ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക്, അതായത് ക്രെഡിറ്റ് സൈഡിലേക്ക് റെക്കോർഡ് ചെയ്യുന്നത്. എൻട്രി വിൽ ബി റെന്റ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ഉണ്ണീസ് അക്കൗണ്ട്. എല്ലാവർക്കും ക്ലിയർ അല്ലേ? എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഒന്നാമത്തത് കംപ്ലീറ്റ് ചെയ്തു. രണ്ടാമത്തത്, ക്രെഡിറ്റ് സെയിൽ ടു ആയിഷ വേർ നോട്ട് റെക്കോർഡഡ്.
എന്താ കളി? ക്രെഡിറ്റ് സെയിൽസ് ആയിഷക്ക് നമ്മൾ സാധനം വിറ്റിരുന്നു, എന്നാൽ അത് എന്ത് ചെയ്തിട്ടില്ല? റെക്കോർഡ് ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ റെക്കോർഡ് ചെയ്തിട്ടില്ല എന്നല്ല പറഞ്ഞത്, നോട്ട് റെക്കോർഡഡ്. അപ്പം നമ്മൾ ഇനി എന്ത് ചെയ്താൽ മതി? റെക്കോർഡ് ചെയ്താൽ മതി. അതായത് ഇവിടെ ക്രെഡിറ്റ് സെയിൽ ടു ആയിഷ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യാൻ എന്താണോ ജേർണൽ എൻട്രി, ആ ജേർണൽ എൻട്രി പാസ്സാക്കിയാൽ മതി. എന്താ ജേർണൽ എൻട്രി? ഹിയർ ദ എൻട്രി വിൽ ബി ആയിഷ അക്കൗണ്ട് അപ്റ്റഡ് ടു സെയിൽസ്. ആയിഷ അക്കൗണ്ട് അപ്റ്റഡ് ടു സെയിൽസ് ആയിരിക്കും എന്ത് വരാം? ജേർണൽ എൻട്രി വരാം. എന്തുകൊണ്ടാണ്? ഈ ട്രാൻസാക്ഷൻ വേർ നോട്ട് റെക്കോർഡ് എന്നല്ല പറഞ്ഞിട്ടുള്ളത്, വിച്ച് മീൻസ് നമ്മൾ മറന്നു പോയതാണ്. വിച്ച് മീൻസ് ഇത് എന്ത് എററാണ്? എറർ ഓഫ് ഒമിഷൻ ആണ്. എറർ ഓഫ് ഒമിഷൻ ആണ്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സോ എറർ ഓഫ് ഒമിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മറന്നു പോയി എന്നുള്ളതാണ്. പറഞ്ഞ കാര്യം ക്ലിയർ. സോ നമ്മൾ മറന്നു പോയതാണ്. ക്ലിയർ അല്ലേ? അങ്ങനെയെങ്കിൽ നമ്മൾ ഇതിനെ ഇനി എങ്ങനെ റെക്കോർഡ് ചെയ്യുക? നോർമലി എന്താണോ ജേർണൽ എൻട്രി പാസ്സാക്കേണ്ടത് ആ എൻട്രി തന്നെ റെക്കോർഡ് ചെയ്താൽ മതി. അതായത് ആയിഷ അക്കൗണ്ട് അപ്റ്റഡ് ടു സെയിൽസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? റെക്കോർഡ് ചെയ്തു. റെക്കോർഡ് ചെയ്യാത്ത എൻട്രി ആയിരുന്നു. ഈ ജേർണൽ എൻട്രി ഇതിനോട് കൂടി എന്ത് ചെയ്തു? നമ്മൾ വീണ്ടും അതിനെന്ത് ചെയ്തു? റെക്കോർഡ് ചെയ്തു. പറഞ്ഞ കാര്യം ക്ലിയർ ആണോ? അപ്പോൾ ബിയും എല്ലാവർക്കും ഓക്കെ ആയി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ബി കഴിഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പർച്ചേസ് ബുക്ക് അണ്ടർ കാസ്റ്റ് ബൈ ₹4,000. പർച്ചേസ് ബുക്ക് എന്ത് ചെയ്തു? 4000 രൂപ അണ്ടർ കാസ്റ്റ്, വാല്യൂ കുറഞ്ഞു എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? വാല്യൂ 4000 രൂപ കുറഞ്ഞു എന്നാണ് പറഞ്ഞത്. ക്ലിയർ അല്ലേ? അണ്ടർ കാസ്റ്റ് ഓവർ കാസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് കാണാൻ ശ്രദ്ധിക്കുക. അണ്ടർ കാസ്റ്റ് മീൻസ് വാല്യൂ കുറഞ്ഞു, ഓവർ കാസ്റ്റ് മീൻസ് വാല്യൂ കൂടി എന്നാണ്. ഓക്കെ, സോ ഇവിടെ നോക്കുകയാണെങ്കിൽ പർച്ചേസ് ബുക്കാണ് അണ്ടർ കാസ്റ്റ് ചെയ്തത്. ഓക്കെ അല്ലേ? പർച്ചേസ് ബുക്ക് എന്ത് ചെയ്തു? അണ്ടർ കാസ്റ്റ് ബൈ ₹4,000. 4000 രൂപ എന്ത് ചെയ്തു? പർച്ചേസ് ബുക്കിൻ്റെ വാല്യൂ കുറഞ്ഞു എന്നാണ് പറഞ്ഞത്. ഇങ്ങനെയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, പർച്ചേസ് ബുക്ക് കുറഞ്ഞിരിക്കാൻ അപ്പം നമ്മൾ എങ്ങനെ ഇതിന് റെക്ടിഫൈ ചെയ്യാം? പർച്ചേസ് ബുക്ക് കൂട്ടി കൊടുത്താൽ മതി. ഇത് ക്ലിയർ ആണല്ലോ? പർച്ചേസ് ബുക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പറഞ്ഞ കാര്യം ക്ലിയർ? ഇത് ഓക്കെയാണോ? അണ്ടർ കാസ്റ്റ് ആയി എന്ന് പറഞ്ഞാൽ വാല്യൂ കുറഞ്ഞു പോയി, അതായത് കുറഞ്ഞു പോയി എന്നാണ് അർത്ഥം. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എത്ര? ₹4,000. അതെങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക? അതറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? പേർച്ചേസ് എന്താ ഐറ്റം എന്ന് മനസ്സിലാക്കണം. നമുക്ക് എല്ലാവർക്കും അറിയാം പേർച്ചേസ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നമ്മളെ ബിസിനസ്സിനെ സംബന്ധിച്ചോളം എക്സ്പെൻസ് ആണ്. എന്താണ്? എക്സ്പെൻസ് ആണ്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? എല്ലാവർക്കും ഓക്കെ ആണ്? സെറ്റ് ഓക്കെ അല്ലേ? സോ എക്സ്പെൻസ് ആയതുകൊണ്ട് തന്നെ എക്സ്പെൻസിനെ ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം ജേർണൽ എൻട്രിയുടെ റൂൾ പ്രകാരം അസറ്റ് എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യണം, ഡിക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണം എന്നാണ് റൂൾ അല്ലേ? സോ അതായത് ഇവിടെ പേർച്ചേസ് ഓൾറെഡി കുറഞ്ഞു കിടക്കാണ്, അതായത് എക്സ്പെൻസ് ഓൾറെഡി എന്ത് ചെയ്തേക്കാണ്? കുറഞ്ഞു കിടക്കാണ്. നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അപ്പോൾ ആഡ് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഇത് പറഞ്ഞ കാര്യം മനസ്സിലായോ? പേർച്ചേസ് ബുക്ക് കുറഞ്ഞിരിക്കുകയാണ്, അപ്പോൾ ഇനി ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. കാരണം പേർച്ചേസ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് ആണ്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ പാസ് ചെയ്യുന്ന എൻട്രി എന്താണെന്ന് വെച്ചിട്ടാണെങ്കിൽ പേർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സസ്പെൻസ് അക്കൗണ്ട് എന്നായിരിക്കും എൻട്രി വരിക. ഓക്കെ അല്ലേ? ടു സസ്പെൻസ് അക്കൗണ്ട് എന്നാണ് എൻട്രി വരിക. അപ്പോൾ എല്ലാവരും ചോദിക്കും ഈ സസ്പെൻസ് ഇപ്പോൾ എവിടുന്ന് കയറി വന്ന്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ പർച്ചേസിന് മാത്രമേ മിസ്റ്റേക്ക് സംഭവിച്ചിട്ടേ ഉള്ളൂ അല്ലേ? എങ്ങനെ? ഈ ഒരു ക്വസ്റ്റ്യനിൽ പർച്ചേസിന് മാത്രമേ എന്ത് സംഭവിച്ചിട്ടുള്ളൂ? മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുള്ളൂ. കാരണം പർച്ചേസ് ബുക്കാണ് 4000 രൂപ കുറഞ്ഞു പോയത് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്തു? പേർച്ചേസിന് നമ്മൾ എന്ത് ചെയ്തു? ഡെബിറ്റ് ചെയ്തു. പേർച്ചേസിന് നമ്മൾ എന്ത് ചെയ്തു? ഡെബിറ്റ് ചെയ്തു. നിങ്ങൾ എപ്പോഴെങ്കിലും ഏതെങ്കിലും ജേർണൽ എൻട്രിയിൽ ഡെബിറ്റിൽ മാത്രം അല്ലെങ്കിൽ ക്രെഡിറ്റിൽ മാത്രം അക്കൗണ്ടുകൾ റെക്കോർഡ് ചെയ്യുന്ന സിസ്റ്റം പഠിച്ചിട്ടുണ്ടോ? ഇല്ല അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റിൽ നമ്മൾ എഴുതിയിട്ട് ഫുൾഫിൽ ചെയ്യണം. വിച്ച് മീൻസ് നമുക്ക് എന്തെങ്കിലും ബാലൻസ് ചെയ്യണം. ഡെബിറ്റും ക്രെഡിറ്റും എപ്പോഴും ഈക്വൽ ആണ്, എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു അല്ലേ? സോ ഡെബിറ്റിനെയും ക്രെഡിറ്റിനെയും ഈക്വൽ ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ക്രെഡിറ്റിൽ നമ്മൾ എന്ത് ചെയ്യും? താൽക്കാലികമായിട്ട് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. ആ അക്കൗണ്ടിന് വിളിക്കുന്ന പേരാണെന്ത്? സസ്പെൻസ് അക്കൗണ്ട്. മനസ്സിലായോ? അതായത് ഇവിടെ പർച്ചേസ് കുറഞ്ഞിരിക്കുകയാണ്. സോ പർച്ചേസ് നമുക്ക് എന്തെങ്കിലും ആഡ് ചെയ്യണം. സോ ആഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ നമ്മൾ പേർച്ചേസ് അക്കൗണ്ടിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്തു? ₹4,000 ഡെബിറ്റ് ചെയ്തു. സോ ഓട്ടോമാറ്റിക്കലി പേർച്ചേസ് അക്കൗണ്ട് എന്ത് ചെയ്തു? സെറ്റായി, ആഡായി. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ദെൻ നമ്മൾ ഇനി എന്താ ചെയ്യാൻ വേണ്ടി പോണത്? ഓക്കെ, ഡെബിറ്റിൽ മാത്രമേ ഇപ്പോൾ എന്തുള്ളൂ? ആളുള്ളൂ. ക്രെഡിറ്റിൽ ആരും എം ടി ആണ്. സോ നമ്മൾ എന്ത് ചെയ്യും? താൽക്കാലികമായിട്ട് ഒരു അക്കൗണ്ടിനെ ക്രിയേറ്റ് ചെയ്യും. ആ അക്കൗണ്ടിനെ വിളിക്കുന്ന പേരാണെന്ത്? സസ്പെൻസ് അക്കൗണ്ട്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സോ എന്താണ് സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സിന്റെ സമയത്ത് ടെമ്പററി ആയിട്ട് എങ്ങനെ താൽക്കാലികമായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്ന അല്ലെങ്കിൽ ഓപ്പൺ ചെയ്ത് വെക്കുന്ന അക്കൗണ്ടിനെ വിളിക്കുന്ന പേരാണെന്ത്? സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ. ഓക്കെ അല്ലേ? സെറ്റ്. അങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റിപ്പയേഴ്സ് ഓൺ മിഷനറി ₹5,000 were debited to മിഷനറി അക്കൗണ്ട്. അതായത് മിഷനറി റിപ്പയർ ചെയ്തിരുന്നു, അത് നമ്മൾ എവിടെയായി പോയി എഴുതിയത് അറിയാതെ മിഷനറി അക്കൗണ്ടിൽ എഴുതിപ്പോയി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന് ശരിയായ ഭാഗം എന്താ? ഒറിജിനൽ ശരിക്കും എന്താ എൻട്രി വരേണ്ടത്? റിപ്പയേഴ്സ് ഓൺ മിഷനറി ആണ് ശരിക്കും ട്രാൻസാക്ഷൻ. റിപ്പയേഴ്സ് ഓൺ മിഷനറി റിപ്പയർ ചെയ്തു. എന്താ ഒറിജിനൽ എൻട്രി? റിപ്പയേഴ്സ് ഓൺ മിഷനറി ഒറിജിനൽ എൻട്രി എന്താ? ജേർണൽ എൻട്രി റിപ്പയേഴ്സ് അക്കൗണ്ട് അപ്റ്റഡ് ടു ക്യാഷ് ആണ്. ഓക്കെ, റിപ്പയേഴ്സ് അക്കൗണ്ട് അപ്റ്റഡ് ടു
ക്യാഷ് ആണ് ശരിക്കും ജേണൽ എൻട്രി എന്ന് പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? എന്നാൽ നമ്മൾ അറിയാതെ റോങ് ആയിട്ട് എന്തായി ഇപ്പോൾ എഴുതി പോയത്, ഡെബിറ്റഡ് ടു മിഷനറി അക്കൗണ്ട്, അതായത് മിഷനറി അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തു എന്ന് അതിനർത്ഥം എന്താണ്? റോങ് എൻട്രി വിൽ ബി, ഇവിടെ മിഷനറിയെ നമ്മൾ എന്ത് ചെയ്തു പോയി, ഡെബിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്തു, മിഷനറി അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്ന് പറഞ്ഞ് റെക്കോർഡ് ചെയ്തു. ഇതാണ് എൻട്രി. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? എങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത അതേ പാറ്റേൺ തന്നെ നൈസായിട്ട് ആലോചിച്ച് നോക്കിയേ. ഇവിടെ എൻട്രിയിൽ ക്യാഷും കറക്റ്റ് പൊസിഷനിൽ വന്നിട്ടുണ്ടല്ലോ. എങ്ങനെ? ക്യാഷും കറക്റ്റ് പൊസിഷനിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആർക്കാ മിസ്റ്റേക്ക് ഉള്ളത്? റിപ്പയറിന് പകരം ആര് വന്നു? മിഷനറി വന്നു. എങ്ങനെ? റിപ്പയറിന് പകരം നമ്മൾ ആരെ റെക്കോർഡ് ചെയ്തു? മിഷനറിയെ റെക്കോർഡ് ചെയ്തു. എങ്ങനെയാണ് ഈ ഒരു ഇററിനെ നമുക്ക് റെക്ടിഫൈ ചെയ്യാൻ പറ്റുക? റെക്ടിഫൈ ചെയ്യൽ സിമ്പിളാണ്. എങ്ങനെ റെക്കോർഡ് ചെയ്യും? റിപ്പയേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു മിഷനറി ആയിരിക്കും. എങ്ങനെ? റിപ്പയേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു മിഷനറി അക്കൗണ്ട് ആയിരിക്കും എൻട്രി. ഇതാണെന്ത്? റെക്ടിഫിക്കേഷൻ എൻട്രി. എങ്ങനെയാണ് ഒരു എൻട്രി കിട്ടിയത് നോക്കിയേ. ആക്ച്വലി റിപ്പയർ ആണ് ഡെബിറ്റിൽ വരേണ്ടത് അല്ലേ? സോ നമ്മൾ എന്ത് ചെയ്തു? റിപ്പയറിനെ കറക്റ്റ് ഡെബിറ്റ് സൈഡിലേക്ക് റെക്കോർഡ് ചെയ്തു ആണല്ലോ. അറിയാതെ നമ്മൾ റെക്കോർഡ് ചെയ്തിരുന്നു? ഡെബിറ്റ് സൈഡിൽ മിഷനറിയെ റെക്കോർഡ് ചെയ്തു. അപ്പോൾ എങ്ങനെ റെക്ടിഫൈ ചെയ്യാം? നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക്, അതായത് ക്രെഡിറ്റ് സൈഡിലേക്ക് നമ്മൾ റെക്കോർഡ് ചെയ്തു ടു മിഷനറി അക്കൗണ്ട്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? സോ ഇങ്ങനെയാണ് ഈ ഒരു ഇറർ നമുക്ക് എന്ത് ചെയ്യാം? റെക്ടിഫൈ ചെയ്യാം. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ്, സെയിൽ ഓഫ് ഫർണിച്ചർ വെർ റെക്കോർഡഡ് ടു സെയിൽസ് അക്കൗണ്ട്. എങ്ങനെ? സെയിൽ ഓഫ് ഫർണിച്ചർ വെർ റെക്കോർഡഡ് ടു സെയിൽസ്. അപ്പോൾ നിങ്ങൾ ചില ആൾക്കാർ ചോദിക്കുന്നുണ്ടാവും, ഫർണിച്ചർ വിറ്റാൽ അപ്പോൾ എവിടെയാണ് റെക്കോർഡ് ചെയ്യാന്നുള്ളത്. ശ്രദ്ധിച്ച് കേട്ടോ. അതായത് സെയിൽ ഓഫ് ഫർണിച്ചർ വെർ റെക്കോർഡഡ് ടു സെയിൽസ് അക്കൗണ്ട് ആണ്. അതായത് ഫർണിച്ചർ വിറ്റാൽ അതിനെ ഫർണിച്ചർ അക്കൗണ്ടിലേക്ക് റെക്കോർഡ് ചെയ്യുക. പറഞ്ഞ കാര്യം ക്ലിയർ അല്ല? കാരണം ഫർണിച്ചർ അസറ്റ് ആണ്. മനസ്സിലായോ? സോ സെയിൽ ഓഫ് ഫർണിച്ചർ എന്താ ജേണൽ എൻട്രി? ഹിയർ ദ ഒറിജിനൽ എൻട്രി വിൽ ബി സെയിൽ ഓഫ് ഫർണിച്ചർ. പറഞ്ഞേ, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഫർണിച്ചർ. ഇതാണ് ആക്ച്വലി ശരിക്കും എൻട്രി എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? എന്നാൽ നമ്മൾ അറിയാതെ എന്ത് എഴുതിപ്പോയി? സെയിൽ ഓഫ് ഫർണിച്ചർ വെർ റെക്കോർഡഡ് ടു സെയിൽസ് അക്കൗണ്ട്. സെയിൽസ് അക്കൗണ്ടിലേക്കായി നമ്മൾ എഴുതിപ്പോയത്. അതായത് ഇവിടെ റോങ് എൻട്രി എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ് ആണ്. ഇവിടെ നമ്മൾ ഇങ്ങനെയാണ് ജേണൽ എൻട്രി നമ്മൾ എന്ത് ചെയ്തത്? അറിയാതെ നമ്മൾ എഴുതിപ്പോയത്. അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇതിനെങ്ങനെ റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും? നൈസായിട്ട് നോക്കി നോക്കിയേ. ഇവിടെ നമുക്ക് എന്താ പ്രത്യേകത? ക്യാഷും കറക്റ്റ് പൊസിഷനിൽ വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ആർക്കാ പ്രശ്നം? ഫർണിച്ചറിൻ്റെ പകരം എഴുതിപ്പോയി? സെയിൽസിന് എഴുതിപ്പോയി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എൻട്രി വിൽ ബി സെയിൽസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഫർണിച്ചർ ആണ് യഥാർത്ഥ എൻട്രി. ഓക്കെ, അതെങ്ങനെയാണ് വന്നത്? നൈസായിട്ട് നോക്കി നോക്കിയേ. ഫർണിച്ചർ ശരിക്കും ക്രെഡിറ്റിലാണ് വരേണ്ടത്. സോ നമ്മൾ എന്ത് ചെയ്തു? ഫർണിച്ചറിനെ ക്രെഡിറ്റ് സൈഡിലേക്ക് റെക്കോർഡ് ചെയ്തു. അറിയാതെ സെയിൽസ് ഡെബിറ്റിലായിരുന്നു എഴുതി പോയത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നേരെ ഡെബിറ്റിലേക്ക് റെക്കോർഡ് ചെയ്തു. സോ സെയിൽസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഫർണിച്ചർ അക്കൗണ്ട് വിൽ ബി ദി ജേണൽ എൻട്രി. എല്ലാവർക്കും ഓക്കെ ആണല്ലോ അല്ലേ? എല്ലാവർക്കും സെറ്റ് അല്ലേ? എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്യാഷ് റിസീവ്ഡ് ഫ്രം പവി വെർ പോസ്റ്റഡ് ടു രവീസ് അക്കൗണ്ട്. ഓക്കെ അല്ലേ? ക്യാഷ് റിസീവ്ഡ് ഫ്രം പവി വെർ പോസ്റ്റഡ് ടു രവീസ് അക്കൗണ്ട്. ഇവിടെയും നേരത്തെ പറഞ്ഞ രണ്ട് മിസ്റ്റേക്കുകളുണ്ട്. എന്താണ്? അതായത് ക്യാഷ് റിസീവ്ഡ് ഫ്രം പവിയുടെ കയ്യിൽ നമുക്ക് എന്ത് കിട്ടി? ക്യാഷ് കിട്ടി. എന്താ ശരിക്കുള്ള ജേണൽ എൻട്രി? ഒറിജിനൽ എൻട്രി എന്താ? ശരിക്കും എന്താ ജേണൽ എൻട്രി? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പവി ആണല്ലോ. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പവി ആണെന്ത്? ജേണൽ എൻട്രി. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? എന്നാൽ ഇവിടുത്തെ റോങ് എൻട്രി എന്താ? നമ്മൾ അറിയാതെ എന്താ ഇവിടെ എഴുതി പോയത്? നോക്കിക്കേ, വെർ പോസ്റ്റഡ് ടു രവീസ് അക്കൗണ്ട്. അതായത് പവി ക്യാഷ് തന്നത് നമ്മൾ അക്കൗണ്ട് പോലെ റെക്കോർഡ് ചെയ്തു? രവിയുടെ അക്കൗണ്ട് പോലെ റെക്കോർഡ് ചെയ്തു. അതായത് ഈ ഒരു കേസിലെ റോങ് എൻട്രി എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു രവിയാണ്. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു രവി ആണെന്ത്? റോങ് എൻട്രി. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? അതായത് പവിക്ക് പകരം അക്കൗണ്ട് നമ്മൾ റെക്കോർഡ് ചെയ്തു? രവിയുടെ അക്കൗണ്ട് നമ്മൾ റെക്കോർഡ് ചെയ്തു. പറഞ്ഞ കാര്യം എല്ലാവർക്കും ഓക്കെ അല്ലേ? സോ നേരത്തെ ചെയ്ത പോലെ തന്നെ ക്യാഷും കറക്റ്റ് പൊസിഷനിൽ വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ ആർക്കാ പ്രശ്നം? പവിക്ക് പകരം രവി എഴുതിപ്പോയി. അപ്പോൾ എങ്ങനെ റെക്ടിഫൈ ചെയ്യാൻ പറ്റും? രവീസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പവീസ് അക്കൗണ്ട്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? അതായത് യഥാർത്ഥത്തിൽ പവിയാണ് ക്രെഡിറ്റിൽ വരേണ്ടത് അല്ലേ? സോ നമ്മൾ എന്ത് ചെയ്തു? പവിയെ നമ്മൾ ക്രെഡിറ്റിലേക്ക് റെക്കോർഡ് ചെയ്തു. ഓക്കെ, അറിയാതെ രവിയെ നമ്മൾ ക്രെഡിറ്റിൽ എഴുതി പോയി. സോ നമ്മൾ എന്ത് ചെയ്യും? നേരെ ഓപ്പോസിറ്റ് ഡെബിറ്റ് സൈഡിലേക്ക് റെക്കോർഡ് ചെയ്യും? രവിയെയും റെക്കോർഡ് ചെയ്യും. സോ ദ എൻട്രി വിൽ ബി രവി അക്കൗണ്ട് ഡെപ്റ്റർ ടു പവീസ് അക്കൗണ്ട് ആണെന്ത്? റെക്ടിഫിക്കേഷൻ എൻട്രി എന്ന് പറഞ്ഞാൽ. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? പറഞ്ഞ കാര്യം എല്ലാവർക്കും ഓക്കെ അല്ലേ? സോ ഇത്രയും നേരം നമ്മൾ പറഞ്ഞ കാര്യം എല്ലാവർക്കും ഓക്കെ ആണോ? സെറ്റ് അല്ലേ? എങ്കിൽ നിങ്ങൾ നൈസായിട്ട് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം 1, 2, 3, 4 ഈ 4 ചോദ്യത്തിന് ഉത്തരം താഴെ കമൻറ്റ് ചെയ്യും. ഓക്കെ അല്ലേ? സോ എല്ലാവർക്കും ഈ റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ എങ്ങനെയാണ് റെക്ടിഫൈ ചെയ്യുക എന്ന കാര്യം വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. ഓൾ ദി ബെസ്റ്റ്.